സോയ കൊണ്ട് ഇതുപോലൊരു മസാല ഉണ്ടാക്കിയാൽ ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം തിളപ്പിക്കാം. അതിലോട്ട് 1 കപ്പ് സോയ ചേർത്ത് അടച്ച് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സോയ റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഒരു 10 പിരിയമുളകാണ് ഞാൻ വറുത്തെടുക്കുന്നത്. പിരിയമുളക് ഇല്ലെങ്കിൽ സാദാ വറ്റൽമുളക് ഒരു 6 എണ്ണം എടുത്താൽ മതി. ഇനി അതേ എണ്ണയിലോട്ട് ഒരു നുള്ളു പെരിഞ്ജീരകവും ചെറിയൊരു കഷ്ണം പട്ടയും 2 ഏലക്കായും ചേർത്തൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് തേങ്ങയുടെ കളർ മാറി വരുന്ന സമയത്ത് ചെറുതായിട്ടരിഞ്ഞ മീഡിയം സൈസ് ഒരു സവാളയാണ് ഞാൻ എടുത്തത്, അത് ചേർത്ത് കൊടുക്കാം. ഇനി സവാള ഒന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന സോയ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം. തണുത്തതിന് ശേഷം ഇതിൽ പിടിച്ചിരിക്കുന്ന വെള്ളം മൊത്തവും നമുക്ക് പിഴിഞ്ഞ് കളയണം. ഇനി സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലോട്ട് ചെറുതായിട്ടരിഞ്ഞ ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരുന്ന മുളകുണ്ടല്ലോ, അതൊന്ന് പൊടിച്ചെടുക്കണം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതേപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഗരം മസാലയും ഇതെല്ലാം കൂടി ചേർത്ത് ആ പൊടിയുടെ പച്ചക്കുത്ത് മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം പിഴിഞ്ഞ് വെച്ചിരുന്ന സോയ ചേർത്ത് മസാല എല്ലാ ഭാഗത്തും ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ പൊടിച്ചതില്ലേ, മുളക് ഫ്രൈ ആക്കി പൊടിച്ചില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആ ജാറിൽ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ചെറുതായിട്ട് അരിഞ്ഞ വലിയൊരു തക്കാളിയാണ് ഞാൻ ചേർത്തത്. തക്കാളി ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി എല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് അതിലോട്ട് ചേർന്നതിന് ശേഷം വെളുത്തുള്ളി അല്ലി 1 എണ്ണമാണ് ഞാൻ എടുത്തത്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 2 തണ്ട് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വീണ്ടും ഇളക്കിയതിന് ശേഷം ഇറക്കാൻ നേരം കറിവേപ്പിലയിട്ട് ഇറക്കാം.